guys, welcome back to LEARNvELL. So, social science first chapter നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് ആണ്. സോ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലേ. ഈ കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വെറും കാറ്റൊന്നല്ല, അതിന് ഒരുപാട് ഇമ്പോർട്ടൻസും ഹിസ്റ്ററിയും ഒക്കെ ഉണ്ട്. വാസ്കോ ഡ ഗാമ എന്ന് കേട്ടിട്ടുണ്ടോ? സോ വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് കടൽ മാർഗം കണ്ടുപിടിച്ചത് 1000ഓളം കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചിട്ടാണ്. സോ ആ ജേർണിയിൽ വാസ്കോ ഡ ഗാമേനെ ആ സീ റൂട്ട് കണ്ടുപിടിക്കാൻ സഹായിച്ചത് ഈ വിൻഡുകളാണ്. സോ വിൻഡ് എന്ന് പറയുന്നത് വെറും നമ്മൾ പറയുന്ന പോലെ ഒരു കാറ്റ് മാത്രമല്ല, അതിന് ഒരുപാട് ഇഫക്ട്സും ഇമ്പോർട്ടൻസും ഒക്കെ ഉണ്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡ്സിന്റെ ഫോർമേഷൻ, അതിന്റെ ഇഫക്റ്റ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ്, ഇതൊക്കെയാണ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും ക്ലിയർ ആവും. സോ നമുക്ക് വീഡിയോയിലൊക്കെ കേൾക്കാം. സോ ദ ചാപ്റ്റർ വി ആർ ഡിസ്കസിംഗ് ഈസ് ദ ചാപ്റ്റർ 2 ഓഫ് സോഷ്യൽ സയൻസ് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. സോ ആദ്യം തന്നെ നമ്മൾ വിൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വിൻഡ് ബ്ലോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എയർ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റിന്, ഇപ്പൊ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ആ എയറിലെ കമ്പോണൻസ് എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റിന് അല്ലെങ്കിൽ പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ atmospheric pressure is caused by the weight of air molecules above the atmosphere. The layer of air exerts a force on the surface of earth. Atmospheric pressure എന്ന് പറയുന്നത് എയറിലെ മോളിക്യൂൾസ് അറ്റ്മോസ്ഫിയറിൽ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ആ എയറിന്റെ ലെയർ ആ എർത്തിന്റെ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം ആണല്ലേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എയർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ അല്ലെങ്കിൽ ആ വെയിറ്റിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് വിൻഡ് ബ്ലോ ചെയ്യുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അറ്റ്മോസ്ഫിയറിക് എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. The average weight that air exerts on the Earth's surface is 1034 milligram per centimeter square. അതായത് എയർ എർത്തിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ആവറേജ് വെയിറ്റ്, അതായത് ഒരു മോളിക്യൂൾ എയർ എർത്തിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 1034 milligram per centimeter square ഏരിയ ആണ്. സോ it is measured, അതായത് atmospheric pressure is measured using an instrument called mercury barometer. So the one word question ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. What instrument do we use to measure atmospheric pressure? So atmospheric pressure is measured using an instrument called mercury barometer. It is recorded in units like millibar and hectopascal. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് മെർക്കുറി ബാരോമീറ്റർ. ആൻഡ് അതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ യൂണിറ്റ്സിലാണ്. ക്ലിയർ ആണോ? സോ ദ ലെവൽ ഓഫ് മെർക്കുറി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി 76 സെന്റിമീറ്റർ. അതായത് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആയിരിക്കും. സോ ആ 76 സെന്റിമീറ്ററിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1013.2 മില്ലിബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ ആണ്. ക്ലിയർ ആണോ? സോ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ വിൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. വിൻസിന്റെ ഫോർമേഷൻ, ഇഫക്ട്സ്, പലതരത്തിലുള്ള വിൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എയർ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എക്സേർട്ട് ചെയ്യുന്ന ആ വെയിറ്റിനെ അല്ലെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതായത് എയർ എർത്തിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 1034 milligram per centimeter square ഏരിയ ആണ്. സോ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്ററിൽ ഏത് യൂണിറ്റിലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത്? യെസ്, മില്ലിബാർ ആൻഡ് ഹെക്ടോ പാസ്കൽ. സോ
നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മെർക്കുറിയുടെ ലെവൽ എന്തായിരിക്കും? മെർക്കുറി ബാരോമീറ്ററിൽ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മെർക്കുറിയുടെ ലെവല് 76 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ആ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ ആണ്. ക്ലിയർ ആണോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള ടോപ്പിക് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടാനും കുറയാനും ഒക്കെ ഉള്ള കാരണങ്ങൾ ഉണ്ടാകുമല്ലോ, ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ വെദർ ഫോർകാസ്റ്റ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് അവർ പറയുന്ന കേൾക്കാം പ്രഷർ കൂടിയത് കാരണം അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞ കാരണം എന്നൊക്കെ അവർ പറയുന്ന കേൾക്കാം. സോ ഇങ്ങനെ പ്രഷർ കൂടാനും കുറയാനും ഒക്കെ കാരണം എന്താ? ബ്ലഡ് ഷുഗറിന്റെ പ്രഷറിന്റെ കാര്യം അല്ലാട്ടോ പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടാനും കുറയാനും ഒക്കെ കാരണം എന്താന്ന് നമ്മൾക്ക് അറിയണ്ടേ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. ഉയരം കൂടുന്നവരും ചായയുടെ കടുപ്പം കൂടുന്നു അങ്ങനെ എന്തൊക്കെയാ നമ്മൾ പറയില്ലേ. സോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരാണ്. ഓൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലം, അതായത് നമ്മൾ മൂന്നാറ് അതേപോലെ ഉയരങ്ങളിലുള്ള സ്ഥലങ്ങളില്ലേ, പിന്നെ ഇവിടെ ഊട്ടി, പൊന്മുടി അങ്ങനത്തെ ഉയരങ്ങളുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ചെവി അടയില്ലേ. സോ ഈ ചെവി അടയാൻ കാരണം ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ അതെന്താ നമുക്ക് അറിയണ്ടേ. സോ ഓൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. Atmospheric pressure decreases with altitude. അതായത് ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ക്ലിയർ ആണോ? സോ നമ്മൾ ഉയരമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചെവി അടയാൻ കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നത് കൊണ്ടാണ്. അതായത് നമ്മൾ ഒരു നോർമൽ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പ്രഷർ കുറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് ആ ചെവി അടയുന്ന ആ ഫീൽ വരുന്നത്. സോ atmospheric pressure decreases with altitude. As altitude increases, atmospheric pressure decreases. So as altitude increases, atmospheric pressure decreases. ക്ലിയർ ആണോ? ഓൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റാറ്റിഫിക്കേഷൻ ഓഫ് എയർ ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എയർ കുറയുന്നത് കൊണ്ടാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. The pressure decreases at 1 millibar per an altitude of 10 meters. അതായത് 10 meters ഉയരം കൂടുന്നതിനനുസരിച്ച് 1 millibar പ്രഷർ കുറയും. അതായത് ഇപ്പൊ നമ്മൾ നോർമൽ സീ ലെവലിൽ നിന്ന് 10 meters ഉയരത്തിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ 1 millibar പ്രഷർ കുറയും. അതായത് നോർമൽ സീ ലെവലിൽ നോർമൽ പ്രഷറിൽ നിന്ന് നമ്മൾ 10 meter നമ്മൾ ഉയരം കൂടുകയാണെങ്കിൽ 1 millibar പ്രഷർ കുറയും. സോ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. Atmospheric pressure and altitude has an inverse relation. So that is an important point. Inverse relation ആണ്. Inverse relation എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി കുറയുക, അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. സോ ഓൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. As altitude increases, the amount of air over a unit area decreases. Therefore, the atmospheric pressure will reduce due to lower air molecules. അതായത് ഈ പ്രഷർ കുറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എയർ കുറയുന്നത് കൊണ്ടാണ്. സോ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള എയർ കുറയും. ആ എയർ കുറയുമ്പോൾ ആ എയർ മോളിക്യൂൾസിന്റെ റെഡ്യൂസ് കാരണമാണ് പ്രഷർ കൂടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരാണ്. സോ ഓൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ആസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. ഓക്കെ,
സോ ഇനി ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താ? ആസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് എയർ ഓവർ എ യൂണിറ്റ് ഏരിയ ഡിക്രീസസ്, സോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. ക്ലിയർ ആണോ? ഓൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷനും അതിനുള്ള കാരണവും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമ്മളുടെ സെക്കൻഡ് ഫാക്ടറിലേക്ക് പോകാം, ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് പ്രഷറും എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. യെസ്, ഓൾട്ടിറ്റ്യൂഡ് പോലെ തന്നെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അതെങ്ങനെയാ നമുക്ക് നോക്കാം. എയർ എക്സ്പാൻഡ്സ് when it is heated. This heated air ascends as it is less dense. This leads to the lowering of atmospheric pressure. അതായത് ഈ ഫിഗറിൽ നോക്കിയാൽ, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സർഫസ് ചൂടാകും, ഹീറ്റ് ആകും. ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? അതിന് കൂടെയുള്ള ഈ സർഫസും ഹീറ്റ് ആകും, ഈ എയറും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ദി എർത്ത് സർഫസ്, ഈ എർത്തിന്റെ ഈ സർഫസ് ചൂടാകും. അത് ചൂടാകുമ്പോൾ അതിന്റെ തൊട്ട് കോണ്ടാക്റ്റിലുള്ള എയറും ചൂടാകും. ആ എയർ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എയർ ലെസ് ഡെൻസ് ആയതുകൊണ്ട്, ഹീറ്റഡ് എയർ ലെസ് ഡെൻസ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും? അസെൻഡ് ചെയ്യും. അസെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഉയർന്ന് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ എയറിന്റെ കുറവ് വരും. അവിടെ എയറിന്റെ കുറവ് വന്നു പറഞ്ഞാൽ അവിടെ പ്രഷർ കുറവായിരിക്കും. സോ എയർ എക്സ്പാൻഡ്സ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്. ചൂടാകുമ്പോൾ ഈ തൊട്ട് കോണ്ടാക്റ്റിലുള്ള എയർ ചൂടാകി എക്സ്പാൻഡ് ആയിട്ട് അസെൻഡ് ചെയ്യും. അസെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്നു പൊങ്ങുക. അങ്ങനെ ഉയർന്നു പൊങ്ങി കഴിയുമ്പോൾ എന്താകും? അവിടുത്തെ എയർ കുറയും. എയറിന്റെ ഒരു ലാക്ക് അവിടെ വരുമ്പോഴാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. എയർ എക്സ്പാൻഡ്സ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്. This heated air ascends as it is less dense. This leads to the lowering of atmospheric pressure. The ascending air spreads to the sides and it starts cooling. On cooling, it becomes dense and descends. As a result, the atmospheric pressure increases. ഇനി ഈ അസെൻഡ് ചെയ്ത എയർ എന്ത് ചെയ്യും? ഈ സൈഡിലേട്ടൊക്കെ പോയിട്ട് കൂൾ ചെയ്യും. കൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? കൂൾ ചെയ്യുമ്പോൾ പിന്നെയും അതെന്തായാലും ഡെൻസ് ആവും. അതിന്റെ ഡെൻസിറ്റി പിന്നെയും കൂടും. അപ്പൊ എന്ത് ചെയ്യും? അത് കുറഞ്ഞു വരും. അത് ഇങ്ങനെ ഡിസെൻഡ് ചെയ്ത് വരും, താഴത്തേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ എയറിന്റെ കണ്ടന്റ് കൂടുമ്പോൾ പ്രഷർ കൂടും. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എയർ ലെസ് ഡെൻസ് ആവും. അങ്ങനെ അസെൻഡ് ചെയ്ത് പോകുമ്പോൾ പ്രഷർ കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയും. അത് കഴിഞ്ഞ് അത് കൂൾ ചെയ്യൂലേ? കൂൾ ചെയ്യുന്ന സമയത്ത് ആ ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടും. സോ temperature and atmospheric pressure are inversely proportional. The ascending air spreads to the sides and it starts cooling. On cooling, the ascending air spreads to the sides and starts cooling. On cooling, it becomes dense and it descends. As a result, the atmospheric pressure increases. Clear ആണോ? So, the atmospheric pressure decreases as the temperature increases. Temperature and atmospheric pressure have an inverse relation. So, altitude പോലെ തന്നെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ വൺസ് അഗെയിൻ നമ്മൾ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെയാണ് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും? യെസ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. ഇനി അതിനുള്ള കാരണം എന്താണ്? As the air gets heated, air ചൂടാകുമ്പോൾ it expands and it becomes less dense and it rises up. അതായത് ചൂട് കൂടുമ്പോൾ എയർ എക്സ്പാൻഡ് ആവുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറയും. അങ്ങനെ അത് ഉയർന്ന് മുകളിലേക്ക് പൊങ്ങും. അങ്ങനെ മുകളിലേക്ക് പൊങ്ങുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ എയറിന് ഒരു ഡെഫിഷ്യൻസി വരും. സോ ആ സമയത്ത് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. സോ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫാക്ടറിലേക്ക് കടക്കാം. സോ ദ തേർഡ് ഫാക്ടർ ഈസ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാർമേഘമൊക്കെ കെട്ടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പുകയുന്ന പോലത്തെ ഒരു ചൂട് ഫീൽ ചെയ്യില്ലേ? സോ അതിന് കാരണം ഹ്യൂമിഡിറ്റി ആണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിനെ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്.
സോ ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഹ്യൂമിഡിറ്റി refers to the quantity of water present in the atmosphere. അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. Water molecules are less dense than oxygen molecules and nitrogen molecules, which are the main component of dry air, hence it ascends. അതായത് സോ ഇത് നമ്മളുടെ അറ്റ്മോസ്ഫിയർ ആണെന്ന് കരുതാം. സോ ഇതിൽ നോർമൽ എയർ ഉണ്ട് ആൻഡ് ആ എയറിന് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. പക്ഷേ ഇതിൽ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വരാമെന്ന് വിചാരിക്കുക. സോ കൺസിഡർ ദിസ് ആസ് ഹ്യൂമിഡിറ്റി. സോ ഹ്യൂമിഡിറ്റി വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വാട്ടർ മോളിക്യൂൾസ് ഈ എയർ മോളിക്യൂൾസിനേലും, അതായത് എയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾസ്, നൈട്രജൻ മോളിക്യൂൾസിനേലൊക്കെ ലെസ് ഡെൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ എയർ റൈസ് ചെയ്യും. ഇത് റൈസ് ചെയ്ത് പോകും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുത്തെ എയറിന് കുറവ് വരും. ഇവിടുത്തെ എയർ കുറയുമ്പോൾ atmospheric pressure decrease. So humidity refers to the quantity of water present in the atmosphere. Water molecules are less dense than oxygen molecules and nitrogen molecules present in dry air, hence it ascends. If the quantity of water vapor is more in a unit volume of air, അതായത് ഒരു യൂണിറ്റ് വോളിയം എയറിൽ വാട്ടർ വേപ്പർ ആണ് കൂടുതൽ, അതായത് നോർമൽ എയറിനും വാട്ടർ വേപ്പർ ആണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അസെൻഡ് ചെയ്ത് പോകും. Then naturally the atmospheric pressure will be less. Humidity and atmospheric pressure are inversely proportional. That is, as the humidity increases, atmospheric pressure decreases. So നമ്മൾ 3 ഫാക്ടേഴ്സ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് അത് 3ഉം അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. The first one was altitude. As the altitude increases, atmospheric pressure decreases. Second one was temperature. As the temperature increases, atmospheric pressure decreases. The third one was humidity. As the humidity increases, atmospheric pressure decreases. So humidity കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാനുള്ള കാരണം എന്താണ്? സോ ഇപ്പൊ നമ്മൾ ഒരു കണ്ടെയ്നർ എയർ എടുക്കുകയാണ്. ആ എയറിൽ നോർമൽ എയറിനേലും വാട്ടർ വേപ്പർ ആണ് കൂടുതലെങ്കിൽ ഈ വാട്ടർ വേപ്പർ എന്താണ്, ഈ എയറിനേലും ലെസ് ഡെൻസ് ആണ്. അതായത് വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലെസ് ഡെൻസ് ആണ്. ലെസ് ഡെൻസ് ആയ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ കേസസിലൊക്കെ അത് തന്നെയായിരുന്നു, അസെൻഡ് ചെയ്ത് പോകും. എയർ പൊങ്ങി മുകളിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും, ഈ വാട്ടർ ഈ കണ്ടെയ്നറിന്റെ അകത്ത് പിന്നെ എയർ ഇല്ലാണ്ടാകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എയർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ. സോ എയർ പോയി കഴിയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. സോ humidity and atmospheric pressure are inversely proportional. As the humidity increases, atmospheric pressure decreases. Clear ആണോ? Okay. So 3 ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, മറന്നു വരുത്, ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഐസോബാസിനെ പറ്റിയാണ് പറയാൻ വന്നത്. സോ നമ്മൾ പ്രഷർ കൂടുക എന്നൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ അനുസരിച്ച് പ്രഷർ കുറയുന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ പ്രഷർ കുറവിനെ അല്ലെങ്കിൽ കൂടുതലിനെ അടയാളപ്പെടുത്താൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഐസോബാസ്. സോ ഐസോബാസ് ആർ ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഹാവിങ് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഇനി വരുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതേപോലത്തെ വേറൊരു ടേം പഠിക്കും, കോണ്ടൂർ ലൈൻസ്. സെയിം ഓൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇമാജിനറി ലൈൻസ് ആണ് കോണ്ടൂർ ലൈൻസ്. അതേപോലെ തന്നെ ഐസോബാസ് എന്ന് പറയുന്നത് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള ഏരിയാസിനെ റെപ്രസെന്റ് ചെയ്യാൻ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ ഐസോബാസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഐസോബാർ പോയിരിക്കുന്ന ഈ സ്ഥലങ്ങൾക്കൊക്കെ സെയിം പ്രഷറാണ്. അതായത് 720 ഹെക്ടോ പാസ്കൽ ആണ് അവിടത്തേക്ക് പ്രഷർ. ഈ വരെ പോയിരിക്കുന്നിടത്തൊക്കെ സെയിം പ്രഷറാണ്, ആൻഡ് ദാറ്റ് ഈസ് 730 ഹെക്ടോ പാസ്കൽ. അങ്ങനെ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള പ്ലേസസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഐസോബാർസ്. സോ ഐസോബാർസ്
Isobars are the imaginary lines joining places having the same atmospheric pressure. Okay, isobars clear ആണോ? ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസിനൊക്കെ സ്പീഡ് കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം. സോ നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഗ്ലോബൽ പ്രഷർ ബെൽസ്. ഗ്ലോബൽ പ്രഷർ ബെൽസ് എന്ന് പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഹോൾ വേൾഡിനെ അല്ലെങ്കിൽ എർത്തിനെ നമ്മൾ പല പ്രഷർ സോണുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽസ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് ഗ്ലോബൽ പ്രഷർ ബെൽസ്, എങ്ങനെയാണത് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഇത്രയും നേരം പഠിച്ചത് മറന്നു പോകരുത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ സോണുകളെ പറ്റിയാണ്. സോ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. Studies have revealed that atmospheric pressure is more or less the same between certain latitudes. Based on this, Earth's surface is divided into different pressure belts. These are known as the global pressure belts. അതായത് സ്റ്റഡീസ്, ജോഗ്രഫിക്കൽ സ്റ്റഡീസ് നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ എർത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഓൾട്ടിറ്റ്യൂഡ്സ്. സോ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. സോ എർത്തിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ജോഗ്രഫിക്കൽ സ്റ്റഡീസ് കണ്ടുപിടിച്ചു, ഈ സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലുള്ള സ്ഥലങ്ങൾക്ക് സെയിം പ്രഷറാണ്, സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ചില സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിൽ സെയിം പ്രഷറാണ്. അങ്ങനെ ജോഗ്രഫിക്കൽ സ്റ്റഡീസ് മനസ്സിലാക്കി. സോ അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ എർത്ത് സർഫസിനെ നമ്മൾ ഡിഫറെന്റ് പ്രഷർ ബെൽറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. Studies have revealed that atmospheric pressure is more or less the same between certain latitudes. Based on this, Earth's surface is divided into different pressure belts. These are known as global pressure belts. So, global pressure belts ഏതൊക്കെയാണെന്ന് നോക്കിയേ. The main one is the 0° equatorial low pressure belt. Then the subtropical high pressure belts. Then the subpolar low pressure belts. Then polar high pressure belt. സോ ഈ സെയിം പ്രഷർ ബെൽറ്റ്സ് തന്നെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും വരുന്നത്. സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്താന്ന് ക്ലിയർ ആയോ? അതായത് സ്റ്റഡീസ് റിവീൽ ചെയ്തു എന്ത്? സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിൽ മോർ ഓർ ലെസ് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. സോ അതിനനുസരിച്ച് നമ്മൾ എർത്ത് സർഫസിനെ പല പല സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തു, സെയിം പ്രഷറുള്ള സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾക്ക് ഓരോ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഈസ് ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. പേര് ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിക്കും ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഏതൊക്കെയാണെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. സോ ഈ നെയിംസ് പഠിച്ചാൽ തന്നെ ഏറെക്കുറെ നമുക്ക് എഴുതാൻ പറ്റും, കാരണം പേര് തന്നെ ഉണ്ട് പ്രഷർ അവിടെ കൂടുതലാണോ കുറവാണോ എന്ന്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോർമലി അവിടെ പ്രഷർ കുറവായിരിക്കും. സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ സോൺ വേർ സൺറൈസ് ഫോൾസ് വെർട്ടിക്കലി ഓൾ ഓവർ ദ ഇയേഴ്സ്. അതായത് ഈ സോണിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദി സോൺ. സോ ഇവിടെ ത്രൂ ഔട്ട് ദ ഇയർ സൺ ഇവിടെ ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ എന്താണ്? സണ്ണിന്റെ റേസ് വെർട്ടിക്കലി ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ദ ഇക്വറ്റോറിയൽ റീജിയൻ. ഇവിടേക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്ലാൻഡിങ് വരും. പക്ഷേ ഇക്വറ്റോറിയൽ റീജിയനിൽ എന്താണ്? സൺറൈസ് ഇയർ ത്രൂ ഔട്ട് ദ ഇയർ വെർട്ടിക്കൽ ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. വെർട്ടിക്കൽ ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ ടെമ്പറേച്ചർ കൂടും. സോ ദ ടെമ്പറേച്ചർ ഇൻ ദിസ് സോൺ ഇസ് വെരി ഹൈ. The air expands due to heat and rises up, so the atmospheric pressure will be less. സോ നമ്മൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് പറയുന്നത്. സോ ലോ പ്രഷർ ആവാൻ കാരണം എന്താണ്? സൺറൈസ് വെർട്ടിക്കൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും? എയർ ഹീറ്റ് ആവും. എയർ ഹീറ്റ് ആയി കഴിഞ്ഞിട്ട് റൈസ് ആവുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ അതാണ് ഇവിടുത്തെ ലോ പ്രഷറിന് കാരണം. This belt is situated between the 5° north and south latitude. Here, air ascends as a mass. Winds are feeble here.
ദിസ് ബെൽറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡോൾഡ്രം, മീനിങ് ദ സോൺ വിത്ത് നോ വിൻഡ്. അതായത് ഈ ബെൽറ്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? 5 ഡിഗ്രി നോർത്തിനും 5 ഡിഗ്രി സൗത്തിനും ഇടയിലാണ് ഈ ബെൽറ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, എയർ ഒരു മാസമായിട്ട്, അതായത് ഒരു ലാർജ് സ്കെയിലിൽ എയർ റൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അസെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വിൻഡ്സ് വളരെ കുറവാണ്. സോ ഈ സ്ഥലത്തിന് മറ്റൊരു പേരാണ് ഡോൾഡ്രം. ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ മീനിങ് ഈസ് എ സോൺ വിത്തൗട്ട് വിൻഡ് അല്ലെങ്കിൽ എ സോൺ വിത്ത് നോ വിൻഡ്. കാറ്റില്ലാത്ത പ്രദേശത്തെയാണ് നമ്മൾ ഡോൾഡ്രം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. സോ ഇക്വേറ്റർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ ദ സൺറൈസ് falls vertically throughout the year, hence the temperature in this zone will be very high. Okay, so global pressure belts le first pressure belt ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, the equatorial low pressure belt. So equator region എന്ന് പറയുന്നത് എന്താണ്? സൺറൈസ് വെർട്ടിക്കലി ഫോളോ ചെയ്യുന്ന ത്രൂഔട്ട് ദ ഇയർ നേരെ ഫോളോ ചെയ്യുന്ന പ്ലേസസിനെയാണ് നമ്മൾ ഇക്വേറ്റർ റീജിയൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ സൺറൈസ് വെർട്ടിക്കൽ ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഈ സോണിൽ വളരെ ഹൈ ആയിരിക്കും. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ എയർ ചൂടായി എക്സ്പാൻഡ് ആയി റൈസ് ചെയ്ത് പോകും. അങ്ങനെ എയർ കുറയുമ്പോൾ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. സോ അതാണ് ഈ റീജിയനിൽ ലോ പ്രഷർ ആവാനുള്ള കാരണം. സോ ഈ റീജിയൻ വരുന്നത് 5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലാണ്. സോ ഈ റീജിയന്റെ പ്രത്യേകത എന്താണ്? ചൂട് വളരെ കൂടുതലായതുകൊണ്ട് ലാർജ് സ്കെയിൽ എമൗണ്ടിൽ എയർ എക്സ്പാൻഡ് ആയി റൈസ് ചെയ്ത് പോകും. സോ ഇവിടെ കാറ്റ് വളരെ കുറവാണ്. സോ this region or this global pressure belt is also known as doldrum. Doldrum എന്ന് പറഞ്ഞാൽ a place without wind അല്ലെങ്കിൽ a place with no wind. ക്ലിയർ ആണോ? ഫസ്റ്റ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആയ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണോ?